മലപ്പുറത്ത് ഡാൻസ് ഓഫ് പിടികൂടുന്നവരെ മർദ്ദിക്കാൻ പോലീസുകാർ അല്ലാത്തവരുമെന്ന വെളിപ്പെടുത്തൽ. വഴിവിട്ട പ്രവർത്തനങ്ങളിലെ ആശങ്ക ASI ശ്രീകുമാർ ആത്മഹത്യ ചെയ്യും മുൻപ് പങ്കുവച്ചിരുന്നതായി സുഹൃത്ത് അബ്ദുൽ നാസർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ആത്മഹത്യയ്ക്ക് ശേഷം ശ്രീകുമാറിന്റെ ഡയറിയും പുസ്തകത്തിലെ പേജുകളും പോലീസ് നശിപ്പിച്ചതുൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളാണ് മുൻ SP സുജിത് ദാസിനെതിരെ ഉയരുന്നത്. ഡാൻസ് ഓഫ് സംഘത്തിന്റെ ഭാഗമായിരുന്ന ശ്രീകുമാർ എന്ന പോലീസുകാരന്റെ മരണത്തിൽ നിരവധി ദുരൂഹതയുണ്ട്. ഈ ശ്രീകുമാറിന്റെ ബാല്യകാല സുഹൃത്തായ നാസറിനോട് ഇദ്ദേഹം ഈ സേനയിലുള്ള നിരവധി പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ഈ നാസർ പാണ്ടിയാടാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളോട് ഈ മരിക്കുന്നതിന്റെ തൊട്ട് മുൻപ് അന്ന് രാത്രി നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞ? അന്ന് രാത്രി ഒരു 6 മണി മുതൽ 8 മണി വരെ എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ ചാരത്തന്നെ ഇരിക്കുന്നുണ്ട്. ഫാമിൽ ഇവിടെ ഇരിക്കായിരുന്നു. ആ സമയത്ത് ഇവൻ നിങ്ങൾക്കൊക്കെ എന്തോ ഒരു നല്ല സുഖ, അവനാൻ്റെ വർക്ക് ചെയ്യുക, ഇരിക്കുക, കിടന്നുറങ്ങുക, നിങ്ങൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞല്ലോ, എന്തൊരു സുഖമല്ല ജീവിതം. എനിക്കെൻ്റെ ഭാര്യൻ്റെ കൂടെ വരെ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്? മുൻകാലത്ത് എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. അന്ന് ഇവർ പറയുന്നതൊക്കെ, മേലുദ്യോഗസ്ഥന്മാർ പറയണതൊക്കെ കേൾക്കാൻ എനിക്ക് വണ്ടി എത്താനും പ്രതികളെ പിടിച്ചു കൊടുന്നാൽ ഇടിക്കാനും ഇതിനൊക്കെ ആവതുണ്ടായിരുന്നു. മദ്യം വാങ്ങിച്ചു തരിക, എന്നെ കൊണ്ട് ഇടിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു അവർ ചെയ്തിരുന്നത്. അത് ഇവിടെ അവരുടെ നാട്ടിൽ തന്നെ, അതായത് ഞങ്ങളെ നാട്ടിലുണ്ട് ഒരു ഒഴിഞ്ഞ എസ്റ്റേറ്റ്, അവിടെ കൊടുത്തിട്ടായിരുന്നു പ്രതികളെ ചോദ്യം ചെയ്യാനൊന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇടിച്ച് പരുവത്തിലാക്കിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകല്. കഴിയാതെ ആയിരുന്ന സമയത്താണ് ഇവനെ കൊണ്ട് തട്ടിക്കളി തുടങ്ങിയത്. ഇവരെ പോലീസിൽ നിന്ന് ഭാര്യനെയും ഓനും ഒരേ സമയം, ഭാര്യയും പോലീസുകാരാണ്, ഭാരതീയാണ്. അപ്പോൾ ഭാര്യനെയും ഇവരെയും ഒരുമിച്ച് താമസിക്കാൻ, രാത്രി ഭാര്യയ്ക്ക് ഡ്യൂട്ടി ആണെങ്കിൽ പകല് ശ്രീമോനൊരു ഡ്യൂട്ടി. ASI റാങ്കിൽ എത്തിയിരുന്നല്ലോ, ഓന് സ്റ്റേഷനില്ലായിരുന്നു, അവൻ പെരക്ക നടക്കരുത്. പിന്നെ അവൻ്റെ ചെറുപ്പം ഓനെ ആവുന്ന സമയത്ത് അവൻ പോലീസ് ഗുണ്ടാതെ ഞങ്ങൾ പറഞ്ഞിരുന്നത്. പോലീസിൽ ഇങ്ങനെ ഒരു ഗുണ്ടായുസം നടത്തുന്ന ഒരാൾക്കാരുണ്ട് എന്നാ. ശ്രീകുമാറും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും ഈ കൊണ്ടുവന്ന് ഇവരെ മർദ്ദിക്കുന്നതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പബ്ലിക് കാണാം. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഈ ഫാമിൽ കൊടുത്തിട്ട് ഒരു സ്ത്രീനെയും ഒരു പെണ്ണിനെയും കൊടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഓൻ്റെ മേലുദ്യോഗസ്ഥന്മാരുണ്ടാകുമ്പോൾ ഞാനിങ്ങോട്ട് ഒഴിഞ്ഞിക്കുക എന്നല്ലാതെ നമ്മൾ അവരെ കാര്യത്തിൽ ഇടപെടാറില്ല. മർദ്ദിക്കാനും ചീറ്റിങ് ചെയ്യാനും മൊത്തത്തിൽ. ഈ ഡാൻസ് ഓഫ് സംഘം ഈ എസ്റ്റേറ്റുകളിലും മറ്റൊക്കെ ആളുകളെ കൊണ്ടുവരുമ്പോൾ ഈ പോലീസുകാരല്ലാത്ത പുറത്തു നിന്നുള്ള കുറച്ച് ആരോഗ്യമുള്ള ആളുകളെയൊക്കെ ഉപയോഗിച്ച് അവരെ തല്ലിക്കാറുണ്ട്. അവരെ കൂട്ടത്തിൽ കൂടുതൽ വ്യക്തികളില്ല എങ്കിൽ ഇവന്റെ സുഹൃത്തുക്കളെ വിളിക്കാം. ഇവന്റെ സുഹൃത്തുക്കൾ, അതായത് പ്രതി കുറച്ച് ആരോഗ്യമുള്ള വ്യക്തിയൊക്കെ ആണെങ്കിൽ ഇവന്റെ സുഹൃത്തുക്കളെ വിളിക്കും. ശ്രീകുമാറിന്റെ സുഹൃത്തുക്കൾ എന്നിട്ട് ചെയ്തിരുന്നു. എന്നിട്ട് അടിക്കാൻ പറയാം. അടിക്കാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, കയ്യിന്റെ തരിപ്പ് മാറ്റിക്കോന്ന ഞങ്ങളെ ഭാഷയിൽ പറയും. ഈ സുജിത് ദാസ് വന്നതിന് ശേഷം ഇദ്ദേഹത്തെ ഒരുപാട് മാനസികമായിട്ട്, ഇപ്പോൾ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരിക്കലും ഒരുമിച്ച് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഡ്യൂട്ടി അടക്കം, അതേപോലെ തന്നെ പലതരം കേസുകളിലും കുടിക്കുന്നുണ്ടല്ലേ? അതെ, അതൊക്കെ അവൻ പറഞ്ഞിരുന്നു. അതൊക്കെ അവന്റെ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. ഡാൻസ് ഓഫിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവര്, അതായത് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ, SP പോലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവർക്ക് കൈമാറുകയാണ്. ഇന്നോടത്ത് പ്രതി ഉണ്ട്, അവനെ പിടിച്ചുകൊണ്ട് ഇന്നേ ചെയ്ത് കൊണ്ടുവരും. ഈ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെയാണ് പ്രതികളെ കൊണ്ടുവരുന്നത്. ഈ ഭാഗം, അതേമാതിരി പെരിന്തൽമണ്ണ ഒരു ഭാഗം പറയലുണ്ടോ? ആ സ്ഥലം എനിക്ക് കൂടുതൽ അറിയില്ല. അവിടെ പോയാൽ എനിക്ക് മുരിയാളെ കിട്ടുമെന്നൊക്കെ പറയും. അവിടെ മൃഗങ്ങൾ, നാക്കാലികൾ കൂടുതലൊരു ഭാഗമാണെന്നൊക്കെ പറയും. അവിടെ ഈ അങ്ങാടി കന്നുകളൊക്കെ വിവരിച്ച് വാഴുന്നൊരു പ്രദേശമുണ്ടോ പെരിന്തൽമണ്ണ? അങ്ങനെ ഉണ്ടോ? അവിടെ കൊണ്ടുപോയിട്ട് മർദ്ദിക്കുന്ന കഥയൊക്കെ പറയുന്നത്.